നമസ്കാരം. എത്ര കിട്ടിയാലും മതിയാകാത്ത പഠിക്കാത്ത ഒരു മുഖ്യമന്ത്രി, ഒരു നേതാവ്, അതാണോ പിണറായി വിജയൻ? അതാണ് പിണറായി വിജയൻ എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള അതായത് ഈ CAA എന്ന് പറയപ്പെടുന്ന സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ കേസുകളുണ്ടല്ലോ, ആ കേസുകളൊക്കെ പിൻവലിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തി. സംസ്ഥാന സർക്കാരിനപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പുതിയൊരു നോട്ടീസും എത്തി. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയാണോ കേസുകൾ പിൻവലിച്ചത് എന്നതാണ് ചോദ്യം. ആ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിരിക്കുക അത് വ്യക്തമാക്കണമെന്നാണ് നോട്ടീസ് കൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് വിശദീകരണം നൽകണമെന്നാണ് ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ നോട്ടീസ് പ്രകാരം എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയത്? അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസിൽ ശനിയാഴ്ച സർക്കാർ വിശദീകരണം നൽകാൻ പോവുകയാണ്. ഇന്ന് നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാർച്ച് 14 വൈകിട്ട് 3 മണിയോടുകൂടിയാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. ഇതിന് ശേഷമാണോ ഈ CAA പ്രതിഷേധ കേസുകൾ പിൻവലിക്കുവാനുള്ള തീരുമാനം ഉണ്ടായത് എന്നാകും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ, അതായത് കേസ് പിൻവലിക്കുവാനുള്ള തീരുമാനത്തിനെതിരെ സംസ്ഥാന BJP നേതൃത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പരാതി നൽകിയപ്പോഴാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. കാരണം തീരുമാനം ഈ പ്രത്യേക വിഭാഗത്തിൻ്റെ വോട്ട് ലക്ഷ്യം വെച്ചുള്ള നടപടിയാണ് എന്നും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുമെന്നും BJP പറയുകയാണ്. ഈ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് തുടർന്നാണ് BJP എന്ന് പറയപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ആ സമീപനത്തിലൂടെയാണ് ഇപ്പോൾ നോട്ടീസ് സംസ്ഥാന സർക്കാരിന് ലഭിക്കുകയും ചെയ്തത്. സംസ്ഥാനത്ത് CAA പ്രതിഷേധവുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ എടുത്ത കേസുകൾ പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി, ഒരു പ്രഖ്യാപനമുണ്ടായി. 835 കേസുകളിൽ ഗുരുതരമല്ലാത്ത 629 CAAയ്ക്ക് എതിരായിട്ടുള്ള പ്രതിഷേധ കേസുകൾ പിൻവലിക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ ആപ്പായി മാറിയിരിക്കുന്നത്. അപ്പോൾ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരം, പ്രക്ഷോഭം അത് നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ ഉൾപ്പെട്ടവരെ അല്ലെങ്കിൽ ആ കേസ് പിൻവലിക്കണമായിരുന്നുവെങ്കിൽ എപ്പോഴേ പിൻവലിക്കാമായിരുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരം കഴിഞ്ഞിട്ട്, പ്രതിഷേധം കഴിഞ്ഞിട്ട് കാലമെത്രയായി? അപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം മാത്രമാണോ പിണറായി വിജയൻ്റെ പ്രഖ്യാപനം ഉണ്ടായത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇനി അതിൽ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. അതായത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം ചെയ്തവർക്കുള്ള ഏകദേശം 835ഓളം വരുന്നതിൽ 696ഓളം വരുന്ന കേസുകൾ എഴുതി തള്ളുന്നു എന്ന് പറയാൻ ഒരു മടിയുമില്ലാതെ, ഒരു ഉളുപ്പുമില്ലാതെ മുഖ്യമന്ത്രി പറയുമ്പോൾ, ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നാമജപ ഘോഷയാത്ര നടത്തിയവർക്കെതിരെ എടുത്ത കേസുകളുണ്ട്. ആ കേസുകളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ എന്തുകൊണ്ടാണ് ഒരു തീർപ്പുണ്ടാക്കാത്തത്? അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള കേസുകൾ എന്തുകൊണ്ടാണ് പിൻവലിക്കുവാനുള്ളൊരു ശ്രമം നടത്താത്തത്? അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമല്ലേ, അതിപ്പോൾ BJP പറഞ്ഞാലും മറ്റാരെങ്കിലും പറഞ്ഞാലും വളരെ വ്യക്തമല്ലേ, ഏത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കേന്ദ്രീകരിക്കുക, ഒരു സമുദായത്തിൽ നിന്ന് ലഭിക്കാവുന്ന വോട്ടുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മെനയുന്നു. ആ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഉണ്ടായിട്ടുള്ള ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കേസുകൾ പിൻവലിക്കുവാനുള്ള തീരുമാനം മുഖ്യമന്ത്രി എടുത്തത് എന്ന് പറഞ്ഞാൽ അതിനെ രാഷ്ട്രീയപരമായിട്ടുള്ള എതിരഭിപ്രായമാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഈ ആദ്യം സൂചിപ്പിച്ചതുപോലെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരുടെ കേസുകൾ പിൻവലിക്കാമെങ്കിൽ നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് വന്ന ശബരിമല വിഷയത്തിൽ എടുത്ത കേസിലെ ആൾക്കാർക്കെതിരെയുള്ള കേസുകളും പിൻവലിക്കേണ്ടതുണ്ട്. അങ്ങനെ അത് പിൻവലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം നടത്തിയതിൽ, അവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുന്നതിൽ ഈ സ്വജനപക്ഷപാതം കാണിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു, ഒരു പക്ഷത്തിൻ്റെ, ഒരു സമുദായത്തിൻ്റെ വോട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രം ഉണ്ടാക്കുന്നു എന്ന് പറയേണ്ടി വരും. അത് വളരെ കൃത്യമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നോട്ടീസ് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് വിശദീകരണം നൽകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ വിശദീകരണം കൃത്യമായി നൽകിയില്ല എന്നുണ്ടെങ്കിൽ തക്കതായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്ന തരത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ എത്ര കിട്ടിയാലും മതിയാകാത്ത ഒരു മന്ത്രിയായി, ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്ന് പറയേണ്ടി വരും.